ഇവിടെ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹോട്ട് ഡ്യൂഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗെയിമിംഗ് ആണ്. പോരാത്തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് വെച്ചു. നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ബസ് സിമുലേറ്റർ കേരള. കുറഞ്ഞ MB നമുക്ക് കളിക്കാൻ പറ്റുന്ന കിടിലം ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് ഇത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഗെയിമിലേക്ക് കിടക്കാം. നമുക്കിതിനകത്ത് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ CSK എന്ന് പറയുന്നൊരു വണ്ടിയാണ്. പക്ഷേ എഴുത്ത് കണ്ടാൽ G പോലെയൊക്കെ തോന്നും. പക്ഷെ ഒന്നും മൈൻഡ് ആക്കണം. നമുക്ക് ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. സത്യം പറയുമ്പോൾ ഞാൻ ഗെയിം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയിരുന്നു. സത്യം പറഞ്ഞതല്ല, ഞാൻ ഇടയ്ക്കൊന്ന് കളിച്ചായിരുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഷെഡ് പോലെയുള്ള സ്ഥലത്ത് വെച്ചാണ്. പിന്നെ ഫുള്ള് ഇതുപോലെ ഓഫ് റോഡല്ല, ഇത് വേറെ നല്ല മെയിൻ റോഡുകൾ പോലെയൊക്കെ സ്ഥലമുണ്ട്. ഒരു വണ്ടിയാണ്. ഇതാണ് ഫസ്റ്റ് സ്കിൻ ഞാൻ മാറ്റിയെന്ന് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് സ്കിൻ തന്നെ കണ്ട ആരും മാറ്റണമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ബ്ലോക്കാകുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി എടുത്തേക്കാം. ഇനി ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മാപ്പില്ല. നമുക്ക് ഇഷ്ടമുള്ള റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു റോഡ് എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. എല്ലാ ടൈപ്പ് കൺട്രോളും ഉണ്ട്. പക്ഷേ സ്റ്റിയറിംഗാണ് നമ്മൾ ഇനി ഗെയിമിന് ഞാൻ കണ്ടെത്തിയൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ലാഗിന് തുടങ്ങുമ്പോൾ ചെറിയൊരു ലാഗ്. തുടങ്ങുമ്പോൾ മാത്രമല്ല, നമുക്ക് സ്പീഡ് കൂടുമ്പോൾ ഇച്ചിരി ലാഗിന്. അതാകുമ്പോഴേക്കും നമ്മുടെ സ്റ്റിയറിംഗൊക്കെ തിരിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മരത്തേക്കാനുള്ള ചാൻസ് ഉണ്ട്. കളിപ്പോൾ ചെറുതായിട്ട് ലാഗ് ഉണ്ടാവും. നമ്മൾ ബ്രേക്കൊക്കെ കിട്ടാതെ ലാഗായി പോകും. പക്ഷെ നമ്മൾ എക്സ്പേർട്ട് ഡ്രൈവേഴ്സാണ്. നമ്മൾ അങ്ങനെ മാറ്റാനൊന്നും വിചാരിക്കാൻ പറ്റില്ല. വണ്ടി നമ്മൾ കൺട്രോൾ എടുത്ത് പോകും. നല്ലൊരു കൺട്രോളിങ്, ലാഗിങ് ഇല്ലെങ്കിൽ നല്ല ഒരു കൺട്രോളില്ല, നല്ലൊരു ഗെയിമായിട്ട് നമുക്കിത് കളിക്കാൻ പറ്റുന്നതാണ്. ഇത് അധികം ആരും അങ്ങനെ കളിക്കാറില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ കളിക്കാറുള്ള ബസ് സിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ അതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് അത്ര പോരാ. ഇതിപ്പോൾ കേരളമാണ്, തനി കേരളമാണ്. നല്ലൊരു ഗെയിമിങ് വൈബ് തന്നെയാണ്. ഇതിൻ്റെ ഔട്ട്ഡോറിനേക്കാൾ പോലും ഇൻഡോർ നമ്മൾ ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ എനിക്കിഷ്ടമാണ്. ഏത് ഗെയിമാണെങ്കിലും ഇൻഡോർ വ്യൂ ആണ് ഞാൻ പിടിക്കുന്നത്. ഇത് റോഡിൻ്റെ എൻഡിങ്. നമ്മൾ എൻഡിങ് പറയുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിരിക്കുന്നത്. കൊടിയുടെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിരിക്കുന്നത്. അതായത് നമുക്കൊരു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഓടിക്കാൻ പറ്റുന്ന ഒരു കിട്ടിയിലും ഗ്രാഫിക്സുള്ള കേരള ഗെയിം. ഇപ്പോൾ യൂട്യൂബിൽ കയറുമ്പോഴേ അധികം ആർക്കും അത്ര വലിയ ഡൗൺലോഡ്സ് ഇല്ലാത്തൊരു ഗെയിമാണ്. എങ്കിലും കുറഞ്ഞ
നമ്മളെ കാണിക്കാൻ പറ്റില്ല. അവിടെ ഇത്രയൊക്കെ കാട്ടിക്കൂടെ കയറിയാൽ നമ്മളെ കൺട്രോളിൽ ഉറച്ചിട്ടില്ല. ഇടിച്ചിട്ടില്ല, ഓറഞ്ച് ലൈറ്റാണ് ഗ്രീൻ. ഇതിന് കുറച്ച് ഗ്രീനും പിന്നെ ഇതിന് എന്താ ഓട്ടമൊന്നുമില്ല. സാധാരണ എത്തുമ്പോൾ ഇങ്ങനെ ആഴോ കാണിച്ച് തീ കഴിയുമോ എന്നിട്ട് അതിന് ആൾക്കാരെ പിക്ക് ചെയ്യാനൊക്കെ ഇങ്ങനെ പ്രശ്നമൊന്നും ഞാൻ CTC പിന്നെ വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് ഞാൻ 104 കിലോമീറ്റർ വരെ കേട്ടിട്ടുണ്ട്. അത് ഈ റോഡിൽ കൂടെ അല്ല, ഈ ബ്ലോക്കുള്ള നമ്മളൊരു മലയുടെ മണ്ടയ്ക്ക് എനിക്ക് വേറെ ആവശ്യമാണ്. അതേത് റോട്ടാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. കാര്യം സത്യം പറഞ്ഞാൽ ഒറിജിനൽ റോഡ് പോലെയാണ്. ഒരിടത്ത് പോയടത്ത് പിന്നെയും പോകണമെങ്കിൽ അപരിചിതമായ സ്ഥലമാണെങ്കിൽ ഇച്ചിരി